വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബിജെപിക്കെതിരെ 1800 കോടി രൂപയുടെ കോഴ ആരോപണവുമായി കോൺഗ്രസ്. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ ഡയറിക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം. പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടി രൂപ നൽകിയെന്നും രാജ്നാഥ് സിംഗിനും അരുൺ ജെയ്റ്റ്ലിക്കും നിതിൻ ഗഡ്കരിക്കും അടക്കമുള്ള നേതാക്കൾക്കായി 500 കോടി നൽകിയെന്നും യെദ്യൂരപ്പയുടെ ഡയറിക്കുറിപ്പ് പറയുന്നു. ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 300 കോടി രൂപ നൽകിയെന്നും ഡയറിയിലുണ്ട്. ഒരു ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിച്ച ഡയറിയുടെ പേജുകൾ പുറത്തുവിട്ട കോൺഗ്രസ് നേതാവ് रणदीप सिंह सुरजेवालയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2690 करोड़ रुपया वसूला गया और 1800 करोड़ रुपया 1000 प्लस 800 करोड़ रुपया भारतीय जनता पार्टी के नेतृत्व को पहुंचाया गया. भारतीय जनता पार्टी के शीर्षतम नेतृत्व के नाम है. 1000 करोड़ रुपया भारतीय जनता पार्टी की सेंट्रल कमेटी को दिया गया. मोदी जी से लेकर अब पूरे भारतीय जनता पार्टी के सारे नेतृत्व पर 1800 करोड़ की रिश्वत के इल्जाम हैं. और अगर डायरी में कोई सच्चाई नहीं तो मोदी जी से लेकर उनके सारे भाजपा नेतृत्व ने इसकी जांच क्यों नहीं करवाई? फर्स्ट इंडिपेंडेंट इन्वेस्टिगेशन मोदी जी और पूरे भाजपा नेतृत्व के खिलाफ क्यों ऑर्डर नहीं की जा सकती? വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയാകാൻ വേണ്ടി BJP കേന്ദ്ര കമ്മിറ്റിക്കും നേതാക്കൾക്കുമായി 1800 കോടി രൂപ കോഴ നൽകിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ റഫേൽ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ BJPക്കെതിരെ വലിയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഡയറി 1800 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. യെദ്യൂരപ്പ വിവിധ BJP നേതാക്കൾക്കും കേന്ദ്ര നേതൃത്വത്തിനുമടക്കം 1800 കോടി രൂപ നൽകിയെന്ന ആരോപണമാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്പസമയം മുമ്പ് AICC ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദി BJPക്കും നരേന്ദ്രമോദിക്കും ഒപ്പം താഴെത്തട്ടിലെ നേതാക്കൾക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചത്. റഫാൽ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ളവ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ ആയുധമാക്കാൻ പോകുന്ന കോൺഗ്രസിന് മറ്റൊരായുധമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 1800 കോടിയോളം രൂപ വിവിധ നേതാക്കൾക്ക് നൽകിയതിൻ്റെ രേഖകളാണ് ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് സുർജേവാല പുറത്തുവിട്ടിരിക്കുന്നത്. ഡയറിക്കുറിപ്പ് യെദ്യൂരപ്പ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി സ്വന്തം കയ്യൊപ്പോടുകൂടിയ ഡയറിക്കുറിപ്പിൻ്റെ പകർപ്പാണിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. BJPയുടെ വിവിധ നേതാക്കൾക്കായി പല കാലഘട്ടങ്ങളിൽ നൽകിയ പണത്തിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് മാത്രം 1000 കോടി രൂപ താൻ കൈമാറിയെന്നാണ് ഡയറിക്കുറിപ്പിൽ പറയുന്നത്. BJPയുടെ നേതാവ് നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി രൂപ നൽകി. 150 കോടി രൂപ വീതമാണ് നൽകിയത്. രാജ്നാഥ് സിംഗിന് 100 കോടി രൂപ നൽകിയിരിക്കുന്നു. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി രൂപ നൽകിയിട്ടുണ്ട്. ജഡ്ജിമാർക്ക് 500 കോടി രൂപ നൽകിയതായും യെദ്യൂരപ്പ സ്വന്തം കൈപ്പടിയിൽ എഴുതിയ ഡയറിയിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 2017 പുറത്തു വന്നത്. ആദായ നികുതി വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചുവെങ്കിലും ഒരു തരത്തിലുമുള്ള നടപടികളും എടുക്കാൻ ആദായ നികുതി വകുപ്പ് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പ് നടപടികൾ എടുക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതായത് 2008 മുതൽ 2011 വരെയുള്ള കാലയളവിൽ ആണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്നത്. 2009 ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നത്. ഈ പണം എവിടെ നിന്ന് ലഭിച്ചതാണ്? യെദ്യൂരപ്പയ്ക്ക് അടക്കം 1800 കോടി രൂപ എവിടെ നിന്ന് ലഭിച്ചു? ഈ പണം ആർക്കൊക്കെയാണ് നൽകിയത്? ഈ പണം ലഭിച്ചവർ ആ പണം ഏത് നിലയിലാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലോക്പാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെ വിവാദങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ലോക്പാലിന്റെ നിയമനത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഇങ്ങനെ പുതുതായി നിയമിക്കപ്പെട്ട ലോക്പാൽ ആദ്യം അന്വേഷണം നടത്തേണ്ടത് BJP നേതാക്കൾക്കെതിരായ പ്രധാനമന്ത്രിക്കെതിരായ ഈ അഴിമതി ആരോപണത്തിന്മേലാണ് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി മുതൽ താഴെ നേതാക്കൾ വരെ എത്തി നിൽക്കുന്ന വലിയ അഴിമതി ആരോപണമാണ് ഇത് എന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാവൽക്കാരനല്ല, മറിച്ച് കള്ളന്മാരുടെ കാവൽക്കാരൻ പ്രധാനമന്ത്രി എന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. BJPക്കെതിരെ 1800 കോടി രൂപയുടെ കോഴ ആരോപണവുമായി കോൺഗ്രസ്. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ ഡയറിക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ആരോപണം. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് നൽകിയത്. പത്തനംതിട്ട
പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. ഇതോടെ 3 മുന്നണികളുടെയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാകും. ഇന്നലെ മാറ്റിവെച്ച പത്തനംതിട്ടയിൽ ബിജെപി ഇന്നു തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ശ്രീധരൻപിള്ളയ്ക്കൊപ്പം സജീവമായി പരിഗണിച്ചിരുന്ന കെ സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിലേക്ക് ഒരു പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയതെന്നും വൈകാൻ കാരണമറിയില്ലെന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി MD രമേശിന്റെ പ്രതികരണം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് മാത്രമേ ഉള്ളൂ. അത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. അതിന് എന്തെങ്കിലും താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് നേതാക്കൾ പ്രധാനമായും നേരിടേണ്ടി വന്നത്. എനിക്കറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത്രത്തോളം ഉയർന്ന നേതാവല്ല. അതിന്റെ ഉന്നതാധികാര സമിതിയിലൊന്നും ഞാനില്ല. ഞാൻ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കേണ്ടി വരുമെന്നാണ് പ്രഖ്യാപനത്തിന് തടസ്സമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സമ്മർദ്ദത്തിന് വഴങ്ങി തുഷാർ ഇന്നു തന്നെ സന്നദ്ധത അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെയും വീണ ജോർജിനെയും നേരിടാൻ ശബരിമല സമരം നയിച്ച സുരേന്ദ്രൻ തന്നെ എത്തുമെന്ന് വ്യക്തമായി. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ബിജെപിയുടെ രണ്ടാം പട്ടിക ഇന്ന്. ബിജെപിയിൽ ചേർന്ന ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറും പട്ടികയിൽ ഇടം പിടിച്ചേക്കും. ഗംഭീർ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലെ 184 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. പത്തനംതിട്ടയിലെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം രണ്ടാം പട്ടികയിലുണ്ടാകുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് സത്യ അറിയിച്ചു. രണ്ടാം പട്ടികയിലെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ അനുമതി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേരും. പ്രധാനമന്ത്രിക്കും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പുറമെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരും പങ്കെടുക്കും. ഗാന്ധിനഗറിൽ LK അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ച തെരഞ്ഞെടുപ്പ് സമിതി കാൺപൂരിൽ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കുമോ എന്നതാണ് രണ്ടാം പട്ടികയ്ക്ക് മുമ്പുള്ള ആകാംക്ഷ. ഇതിനിടെയാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ബിജെപിയിൽ ചേർന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഗംഭീറിന് അംഗത്വം നൽകിയത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഗംഭീർ ജനവിധി തേടുമെന്നാണ് സൂചന. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായതോടെ ബിജെപിയുടെ പ്രചാരണം ഊർജിതമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ചുവരെഴുത്തുകളും പോസ്റ്ററുകളുമായി ബിജെപി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രചാരണം തുടങ്ങിയത് വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകത്തിൽ നിന്നായിരുന്നു. ആദ്യ യോഗസ്ഥലത്തേക്കുള്ള യാത്ര ന്യൂസ് 18-നൊപ്പം. ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ. വികസനം ഒരു വിഷയമാണ്, വിശ്വാസ സ്വാതന്ത്ര്യം മറ്റൊരു വിഷയമാണ്, അതോടൊപ്പം തന്നെ നാടിന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പ്രചാരണം തുടങ്ങിയത് പട്ടാമ്പിയിൽ. മറ്റുള്ള 2 മുന്നണികളെക്കാട്ടും പ്രചരണത്തില് ഞങ്ങൾ ഒരുപടി മുന്നിലാണ്. കണ്ണൂരിൽ ബിജെപി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു CK പത്മനാഭന്റെ പ്രചാരണ തുടക്കം. CPM-ന്റെ കോലീബി ആരോപണം പറഞ്ഞു പഴകിയതെന്ന് മറുപടി. ആ ആരോപണം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കേട്ട് തഴമ്പിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരിഹാസ്യമായ ഒരു ആരോപണമാണ്. ആറ്റിങ്ങലിലെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വർക്കല ശിവഗിരി മഠത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന ആത്മവിശ്വാസം ബിജെപിക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിൽ കൊലീബി സഖ്യമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം തള്ളി കോൺഗ്രസും ബിജെപിയും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ CPM BJP ധാരണയാണ് ഉള്ളത് എന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലടക്കം കോൺഗ്രസിന് വോട്ടുമറിച്ച പാരമ്പര്യമാണ് CPM-നുള്ളത് എന്ന് കുമ്മനം രാജശേഖരനും പറഞ്ഞു. കൊല്ലം, വടകര അടക്കമുള്ള സീറ്റുകളിൽ CPM-നെ പരാജയപ്പെടുത്താൻ കൊലീബി സഖ്യം പ്രവർത്തിക്കുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. കൊല്ലത്ത് പ്രേമചന്ദ്രനു വേണ്ടി BJP ദുർബല സ്ഥാനാർത്ഥിയാക്കിയെന്നും LDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ടുള്ള CPM തന്ത്രമായാണ് കോൺഗ്രസും BJP-യും ഈ നീക്കത്തെ കാണുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വോട്ട് കുറയ്ക്കുക എന്ന BJP-യുടെ തന്ത്രം കേരളത്തിൽ നടപ്പാക്കാൻ CPM സഹായിക്കുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ K. മുരളീധരനായി
CPM വോട്ട് മറിച്ചെന്നായിരുന്നു കുമ്മനത്തിന്റെ മറുപടി. 3ാം സ്ഥാനത്തേക്ക് CPM പോയത് എന്തുകൊണ്ടാണ്? CPMന്റെ വോട്ടുകൾ കെ മുരളീധരന് മറിച്ചു കൊടുത്തുകൊണ്ടാണ്. മറിച്ചു കൊടുത്തതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക്? CPMും BJPയും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി CPM ആരുടെ പേര് പറയുമെന്നും കുമ്മനത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ലോക്സഭയിൽ പോകുമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കു വേണ്ടിയാണ് കൈപൊക്കാൻ പോകുന്നത്? പറയട്ടെ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് കുമ്മനത്തിന്റെ മറുപടി ഇങ്ങനെ. ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ കെ മുരളീധരൻ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിനെയും BJPയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. രാജ്യത്തിന് ബദൽ നയമാണ് വേണ്ടത് എന്നും PK ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് PK ശ്രീമതി മത്സരിക്കുന്ന കണ്ണൂരിൽ മുഖ്യമന്ത്രി പ്രചാരണം തുടരുന്നത്. ഒരു പാർട്ടി മുഴുവൻ BJP ആകുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നതെന്ന് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയച്ചു, പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം. ഈ വോട്ട് ചെയ്ത വോട്ടർക്ക് ഞാൻ അർപ്പിച്ച വിശ്വാസം ഇയാൾ നഷ്ടപ്പെടുത്തി കളിയോ എന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ളത്. അത്ര വിശ്വസ്തരായവരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. ബദൽ രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു. ഉറച്ച മതനിരപേക്ഷ നിലപാടുള്ളവരെയാണ് വിജയിപ്പിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും ധർമ്മടം മണ്ഡലത്തിലെ കുടുംബസംഗമങ്ങളിലും പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി നാളെയും പ്രചാരണ പരിപാടികളുമായി കണ്ണൂരിൽ തുടരും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വടകരയിൽ RMPയെ കോൺഗ്രസ് ഉപകരണമാക്കി മാറ്റിയെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. BJPയിലേക്കുള്ള പാലമായിട്ടാണ് കോൺഗ്രസ് RMPയെ ഉപയോഗപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ കേസുകളിൽ ജാമ്യമെടുക്കാൻ എറണാകുളത്തെ കോടതിയിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. അല്ല, RMPയെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആസൂത്രണം ചെയ്തുകൊണ്ട് RSS BJPയിലേക്കുള്ളൊരു പാലം സൃഷ്ടിക്കാൻ കോൺഗ്രസിൻ്റെ വാലായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ RMP എന്ന ചെറിയൊരു സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്ന സംഭവം കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അച്ചടക്ക ലംഘനം ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. KPCC ഈ വിഷയം ഗൗരവത്തോടെ കാണുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TTV ദിനകരന്റെ പാർട്ടിയായ അമ്മ മക്കൾ മുന്നേറ്റ കഴകം 14 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. MLA സ്ഥാനത്ത് നിന്നും അയോഗ്യരാക്കപ്പെട്ട 3 പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. തേനിയിൽ ഉപമുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ മകൻ P. രവീന്ദ്രനാഥിനെതിരെ തങ്ക തമിഴ്സെൽവനാണ് സ്ഥാനാർത്ഥി. നേരത്തെ 24 അമ്മ മക്കൾ മുന്നേറ്റ കഴകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പുൽവാമ പോലുള്ള സംഭവങ്ങൾ ഏത് സമയത്തും നടക്കുന്നതാണ് എന്നും കോൺഗ്രസ് സഹയാത്രികനായ സാം പിട്രോഡ. പുൽവാമ സംഭവത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവന BJP വൻ രാഷ്ട്രീയ വിവാദമാക്കി. ഏതൊരു പൗരനുമുള്ള സംശയങ്ങൾ മാത്രമാണ് താൻ ഉന്നയിച്ചത് എന്നും സാം പിട്രോഡ ആവർത്തിച്ചു. കുറച്ചു ഭീകരരെ മാത്രം വച്ച് ഒരു രാജ്യത്തെ വിലയിരുത്തരുത്. എല്ലാ ഭീകരാക്രമണത്തിനും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ആക്രമണമല്ല, പാകിസ്ഥാനുമായി ചർച്ചയാണ് വേണ്ടത്. ഇങ്ങനെ പോയി സാം പിട്രോഡയുടെ വാദങ്ങൾ. Attack happened during what was this Mumbai Taj Hotel and Oberoi Hotel. We could have then reacted and just send our planes, but that's not the right approach, according to me. That's not how you deal with world. Because 8 people come and do something, you don't jump on the entire nation. It doesn't work that way. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനും രാഹുലിന്റെ വിശ്വസ്തനുമായ സാം പിട്രോഡയുടെ പരാമർശങ്ങൾ BJP വൻ രാഷ്ട്രീയ വിവാദമാക്കി. പാകിസ്ഥാനു വേണ്ടി കോൺഗ്രസ് സംസാരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. BJPയുടെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. तो जो वास्तविकता से अनभिज्ञ हो उसकी बातों को गंभीरता से लेने का कोई फायदा नहीं. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യ വിവാദമുണ്ടാക്കിയതിന് സാം പിട്രോഡയെ രാഹുൽ ഗാന്ധി ശാസിച്ചതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സജാദ് ഖാൻ ഡൽഹിയിൽ അറസ്റ്റിൽ. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ചെങ്കോട്ടയുടെ പരിസരത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മുദസിൻ അഹമ്മദ് ഖാന്റെ കൂട്ടാളിയാണ് സജാദ് ഖാൻ എന്ന് പോലീസ് പറഞ്ഞു.
മുദസിൻ അഹമ്മദ് ഖാനെ സുരക്ഷാസേന വധിച്ചിരുന്നു. അതിനിടെ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഒരു ഭീകരനെ വെടിവെച്ചു കൊന്നു. വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരെ പുലർച്ചെ 4:30 സുരക്ഷാസേന വളയുകയായിരുന്നു. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. കോടതി വിധി മറികടന്ന് നിർമ്മാണം നടത്തിയ പഞ്ചായത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അനധികൃതമാണ് എന്ന് സർക്കാരും റിപ്പോർട്ട് നൽകി. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സിന് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പഞ്ചായത്തിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചത്. മുതിരപ്പുഴയാറിന്റെ വശങ്ങളിൽ നിർമ്മാണത്തിനുള്ള വിലക്കും NOC നിർബന്ധമാക്കിയുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവും പഞ്ചായത്തിന് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തദ്ദേശഭരണ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ മറ്റുള്ളവർ എങ്ങനെ നിയമം അനുസരിക്കും? ഗുരുതരമായ നിയമലംഘനം നടത്തിയ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്ന് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൻദേവൻ കമ്പനി ഭൂമി വിട്ടു നൽകിയത് പാർക്കിംഗ് ആവശ്യത്തിന് മാത്രമാണ്. പഞ്ചായത്ത് നടത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമാണ് NOCക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയത്. കോടതി ചെലവടക്കം ഈടാക്കി പഞ്ചായത്തിന്റെ ഹർജി തള്ളണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. പെരിയ ഇരട്ട കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കൊലപാതകത്തിൽ മുൻ MLA KV കുഞ്ഞിരാമന്റെയോ CPM ജില്ലാ നേതാക്കളുടെയോ പങ്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. മുനമ്പം മനുഷ്യക്കടത്ത് ദേശീയ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് ഹൈക്കോടതി. നടന്നത് മനുഷ്യക്കടത്താണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. പോലീസ് അന്വേഷണം പരിതാപകരമാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 100ഓളം ആളുകൾ വിദേശത്തേക്ക് കടന്നതായി വ്യക്തമാണ്. രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യൽ, അവയവ കച്ചവടം തുടങ്ങി ഏതുതരം കാര്യങ്ങളിലേക്കാവും ഇവർ നീങ്ങിയിരിക്കുകയെന്ന് ഉറപ്പില്ല. പുറത്തേക്ക് കടന്നവരിൽ നിന്നും പണം കൈപ്പറ്റിയതായും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണിതെന്നും കോടതി വ്യക്തമാക്കി. ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കാൻ പോലും പുറത്തേക്ക് പോയവർക്ക് കഴിഞ്ഞിട്ടില്ല. 2013 പോയവരുടെ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ മനുഷ്യക്കടത്ത് വ്യക്തമായ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന്റെ വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു. അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. കയറ്റി അയക്കപ്പെട്ടവർ എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കിയതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. മുദ്രവെച്ച കവറിൽ അക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർ വിദേശത്ത് പോയി അന്വേഷണം നടത്തും. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മനുഷ്യക്കടത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ഓച്ചിറയിൽ 13 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിക്കായി പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. കരുനാഗപ്പള്ളി SP-ക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. അന്വേഷണം രാജസ്ഥാനിലേക്കും നീളുകയാണ്. പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് സമരം തുടങ്ങി. കേസിലെ പ്രധാന പ്രതി റോഷനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തട്ടിക്കൊണ്ടുപോകപ്പെട്ട രാജസ്ഥാൻ സ്വദേശിയായ 13-കാരിയെക്കുറിച്ചും വിവരമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രധാന പ്രതിക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ബൈക്ക് വിറ്റ് നേടിയ 60,000-ഓളം രൂപ റോഷന്റെ കയ്യിലുണ്ട്. ഇതുപയോഗിച്ചാണ് അടിക്കടി സ്ഥലം മാറുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തെ കോൺഗ്രസും BJPയും രാഷ്ട്രീയ ആയുധം ആക്കിയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. തുടർന്നാണ് അന്വേഷണ ചുമതല കരുനാഗപ്പള്ളി ACPക്ക് നൽകിയത്. വനിതാ പോലീസുകാർ അടങ്ങുന്ന സംഘം ഇന്ന് ബംഗളൂരുവിലെത്തും. പോലീസിന് വീഴ്ചയുണ്ടായതായി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ഇതിനകത്ത് ഭരണകക്ഷിയുടെ വലിയ സ്വാധീനം ഇതിനകത്തുണ്ട്, സർക്കാരിൻ്റെ സഹായമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് വേണ്ട രീതിയിൽ തെളിയാതിരിക്കുന്നത്. ഈ പെൺകുട്ടി 5 ദിവസമായി കാണാതായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരള പോലീസ് ഇതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ കൊല്ലം DCC പ്രതിഷേധ ഉപവാസം തുടങ്ങി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് സമരം. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായി എന്ന പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. പോലീസ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് കോടതിയിലാകും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. കുറ്റാരോപിതനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയതിനെ തുടർന്നാണ് CRPC 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി എടുക്കുന്നതിനായി പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. യുവതിയിൽ നിന്നും ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. പ്രസവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാകും കോടതി നടപടി സ്വീകരിക്കുക.
അതേസമയം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രഹസ്യമൊഴിയിലും യുവതി ആദ്യത്തെ പരാതിയിൽ ഉറച്ചുനിന്നാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. എന്നാൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ CPM ഓഫീസിലെത്തി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് CPM. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കാഞ്ഞിരപ്പള്ളിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജസ്നയെ കാണാതായിട്ട് ഇന്ന് 1 വർഷം. ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവത്തിലെ ദുരൂഹത ഇനിയും മാറ്റാനാവാതെ നാണക്കേടിലാണ് പോലീസ്. ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം ഏറ്റെടുത്തിട്ടും ജസ്ന എവിടെയെന്നതിന്റെ സൂചന പോലും കിട്ടിയില്ല. കാഞ്ഞിരപ്പള്ളി ST കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്നയെ കഴിഞ്ഞ വർഷം മാർച്ച് 22-നാണ് കാണാതായത്. മുണ്ടക്കയം പുഞ്ചവയലിലുള്ള പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോകാനായാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന പോലീസിന് മൊഴി ലഭിച്ചു. പിന്നീട് ജസ്ന എങ്ങോട്ട് പോയി എന്ന കാര്യം ഇന്നും ദുരൂഹം. ജസ്നയുടെ തിരോധാനം അന്വേഷിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. ദക്ഷിണേന്ത്യയിലെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ബംഗളൂരു വിമാനത്താവളത്തിലും മെട്രോയിലും ജസ്നയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പോലീസ് പാരിതോഷികവും പ്രഖ്യാപിച്ചു. വിമർശനങ്ങൾ ഉയർന്നതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നിട്ടും ജസ്നയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജസ്നയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട സഹോദരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലും തീരുമാനം വൈകുകയാണ്. ശ്യാം ദേവരാജ്, ന്യൂസ് 18 പത്തനംതിട്ട. സംവിധായകൻ KG രാജശേഖരൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. തിരക്കഥാകൃത്തും സംവിധായകനുമായി തിളങ്ങിയ രാജശേഖരൻ 30ഓളം സിനിമകൾ ഒരുക്കിയിട്ടുണ്ട്. പത്മതീർത്ഥം, ഇന്ദ്രധനുസ്, തിരയും തീരവും എന്നിവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. പിന്നണി ഗായിക അമ്പിളിയാണ് ഭാര്യ. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.